തെലുങ്കിലെ മറ്റൊരു സൂപ്പർ സ്റ്റാറായ ചിരഞ്ജീവി സ്ത്രീകളില്ലെങ്കിൽ പാരമ്പര്യം നിലനിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറ്റാക്ക് ഏറ്റുവാങ്ങിയിരിക്കുകയും അതേ നാട്ടിൽ തന്നെ മൂന്നാമതും തനിക്കൊരു പെൺകുട്ടി ഉണ്ടായി പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ അമ്മേനെയും വെട്ടിക്കൊന്ന് കിണറ്റിലേക്ക് ഇട്ട ഈ നാട്ടിൽ ബാലയെ തൻ്റെ സിനിമയിലൂടെ ഒരു പെൺകുട്ടിയെ എങ്ങനെ വളർത്തണം, അതിലെങ്ങനെ സക്സസ്ഫുൾ ആക്കണം എന്നുള്ളത്, അതിലെങ്ങനെ പാരമ്പര്യം ഉണ്ടാക്കണമെന്ന് തൻ്റെ സിനിമയിലൂടെ കാണിച്ചിട്ട് കയ്യടി വാങ്ങിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബാലയ്യൻ്റെ സിനിമാ കരിയറിൽ മാത്രമേ ഈ ഭഗവന്ത് സിംഗ് കേസരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിലെ ക്ലൈമാക്സോട് അടുക്കുമ്പോൾ ബാലയ്യനെക്കാട്ടിലും സ്കോർ ചെയ്യണം അതിൽ ശ്രീലീല എന്നൊരു നായികയാണ്. ക്ലൈമാക്സിൽ ഫൈറ്റ് ചെയ്യണതും ആ നായികയാണ്. സാക്ഷാൽ ബാലയ്യനെ തന്നെ സൈഡാക്കിയിട്ട് ശ്രീലീല അവിടെ സ്കോർ ചെയ്ത് കയ്യടി വാങ്ങി. ആ ലെവലിൽ ഇപ്പോൾ ബാലയ്യ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അതിനുശേഷം ഇറങ്ങിയ പതിവ് ബാലയ്യ ഫോർമാറ്റിൽ ആക്ഷനും മാസും എല്ലാം കൂടി ചേർന്നിട്ട് ദാക്ക് മഹാരാജ് എന്ന സിനിമ ഇറക്കി. അതിൽ ഒരു ചെറിയ കുട്ടി ജനിക്കുമ്പോൾ അതിലെങ്ങനെ വളർത്തണം എന്നുള്ളത് ബാലയ്യ നന്നായിട്ട് തന്നെ കാണിച്ചു തന്നുണ്ട്. ഇതൊക്കെ സാധാരണ എല്ലാ നടന്മാരും ചെയ്യണമാണ്. പക്ഷേ ആന്ധ്ര പോലുള്ള ഒരു സ്ഥലത്ത് ബാലയ്യെ പോലെ ഒരു നടൻ ചെയ്യുമ്പോൾ അതിലുണ്ടാവണ ഒരു ഇമ്പാക്റ്റ് വേറെ തന്നെയാണ്. അത് ആ നാട്ടിലെ ജനങ്ങളിൽ നന്നായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്.